വെൽക്കം ബാക്ക് ടു മെഡിറ്റോക്ക്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ സുരേഷ് ബാബുവാണ്, സീനിയർ കാർഡിയാക് കൺസൾട്ടന്റ്. ഡോക്ടർ നേരത്തെ പറഞ്ഞിരുന്നു നല്ല കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോളും കുറിച്ച്. അതിന് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ ചീത്ത കൊളസ്ട്രോൾ HDL എന്ന് പറയുന്നതാണ് നല്ല കൊളസ്ട്രോൾ. നല്ല കൊളസ്ട്രോൾ നമുക്കൊരു 40-50% മുകളിൽ വരണം. അതിന് താഴോട്ട് വരുമ്പോഴത്തേക്ക് ഈ LDL താഴോട്ട് വരുമ്പോഴത്തേക്ക് HDL താഴോട്ട് വരുമ്പോഴത്തേക്ക് LDL ശരിക്കും കൂടും. HDL കൂട്ടിയാൽ LDL കുറയും. അപ്പോൾ HDL കൂട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം നടക്കുക എന്നുള്ളതാണ്. നടക്കുമ്പോൾ HDL കൂടുകയും LDL കുറയുകയും ചെയ്യും. പിന്നെ ഉള്ള ഏറ്റവും LDL ആണ് ഏറ്റവും അപകടമുള്ളത്. അത് നമ്മുടെ ശരിക്കും LDLന്റെ വെറും നമ്മുടെ അമിതമായ കൊഴുപ്പിന്റെ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ്. നമ്മുടെ അമിതമായ ഭക്ഷണം, കൊഴുപ്പിന് ചേർന്ന ആഹാരത്തിൽ നിന്ന് തന്നെയാണ് LDL കൊളസ്ട്രോൾ കൂടുന്നത്. എന്നാൽ പിന്നെ ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്ന ഒരുതരം കൊളസ്ട്രോൾ ഉണ്ട്. അതാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഈ നമ്മുടെ ലിവറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കൊളസ്ട്രോളാണ്. അത് നമ്മുടെ സ്ട്രെസ് വരുമ്പോഴത്തേക്ക്, മാനസികമായ പിരിമുറുക്കം വരുമ്പോഴത്തേക്ക് ഇത് കുറേശ്ശെ രക്തത്തിലേക്ക് വരും. അതാ ചിലർ പറയും, ഞാൻ ആഹാരം ഒന്നും കഴിക്കുന്നില്ല പക്ഷെ എനിക്ക് ഭയങ്കര കൊളസ്ട്രോൾ എന്ന് പറയുന്നില്ല. അതവിടെ ലിവറിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ട്രൈഗ്ലിസറൈഡ്സ് ആണ് കൂടുതൽ വരുന്നത്. അത് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ ലിവർ തകരാറിലാണ് എന്ന് തന്നെ പറയാം. ലിവർ തകരാറിലാകുന്ന ഒരു സ്റ്റേജിലാണ് ഈ കൊളസ്ട്രോൾ കൂടുതൽ അവിടെ സ്റ്റോർ ചെയ്യപ്പെടുകയും അതിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നതൊക്കെ. അതിന് ഞങ്ങൾ ചെയ്യുന്നത് ലിവറിനെ ട്രീറ്റ് ചെയ്യുകയാണ്. ലിവറിനെ കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ, ലിവറിന് ഒരുപാട് മെഡിസിൻ ഉണ്ട് ആയുർവേദത്തിൽ. ലിവറിനെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രൈഗ്ലിസറൈഡ്സിന്റെ ഉൽപ്പാദനം തന്നെ, അല്ലെന്നുണ്ടെങ്കിൽ അമിതമായ ഡിസ്ട്രിബ്യൂഷൻ തന്നെ കുറയും. ഡോക്ടർ